സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കുറേ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മോണിറ്റൈസേഷനും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രൊമോഷനൊക്കെ വഴി പണം സമ്പാദിക്കാനുള്ള പല മാർഗ്ഗങ്ങൾ നമ്മളിലേക്ക് എത്തും. അതുപോലെ പണം സമ്പാദിച്ച് കുറേയൊക്കെ എത്തിക്കഴിയുമ്പോൾ അതിൽ ആക്രാന്തം മൂത്ത് അല്ലെങ്കിൽ കണ്ണ് മഞ്ഞളിച്ച് എന്തിനാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്, എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് പോലും നോക്കാതെ പണത്തിന് വേണ്ടി കുറച്ച് ഓഫറുകൾ മുന്നിലേക്ക് വെച്ച് കഴിയുമ്പോൾ ഒന്നും നോക്കാതെ തങ്ങളിലേക്ക് എത്തുന്ന പ്രൊഡക്റ്റുകൾ ഒരു രീതിയിലും അവർക്ക് പോലും അതിനെപ്പറ്റി എന്താണെന്ന് അറിയത്തില്ലാതെ അത് പ്രൊമോട്ട് ചെയ്യുകയും ഇത് കാണുന്ന വ്യൂവേഴ്സിന് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന കുറേ ക്രിയേറ്റേഴ്സ് ഉണ്ട് സോഷ്യൽ മീഡിയകളിൽ. അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കുന്നില്ല. തങ്ങൾക്ക് ആദ്യം കിട്ടുന്ന ആ ഒരു എമൗണ്ടിനെ പറ്റി മാത്രമേ ഇവർ ശ്രദ്ധിക്കത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഒരു ഹ്യൂജ് എമൗണ്ടാണ് ഇവർക്ക് ഈ കമ്പനികളെയൊക്കെ ഓഫർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയകളിൽ പല രീതിയിലുള്ള കോൺട്രവേഴ്സികളും കാണുന്നതാണ്. അതായത് പല വെബ്സൈറ്റുകളാണെന്നുണ്ടെങ്കിലും ആപ്ലിക്കേഷൻസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ബ്യൂട്ടി പ്രൊഡക്ട്സുകളാണെന്നുണ്ടെങ്കിലും പലരും ഇതിൻ്റെ പേരിൽ പലതും സോഷ്യൽ മീഡിയയിൽ അനുഭവിച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള ക്രിറ്റിസിസവും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പുതിയതായി കേൾക്കുന്നത് പല ആപ്ലിക്കേഷനും തട്ടിപ്പ് ആപ്ലിക്കേഷനുകളും പ്രൊമോട്ട് ചെയ്ത പലരുടെയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ക്യാൻസൽ ചെയ്തു, അല്ലെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നു എന്നാണ് അറിയുന്നത്. അതിൽ നമ്മുടെ വയനാടൻ ബ്ലോഗർ, മല്ലു ഫാമിലിയിലെ സുജിത്ത്, ഫസീന സക്കീർ, അങ്ങനെ കുറേ പേരുടെ പേരുകളൊക്കെ നിലവിൽ കേൾക്കുന്നുണ്ട്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് സഞ്ജു ടെക്കി ഇവരൊക്കെ പല പ്രൊമോഷൻ വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പം ഇവരുടെയൊക്കെ അക്കൗണ്ടുകളൊക്കെ എല്ലാം ഡേഞ്ചറസ് സിറ്റുവേഷനിൽ തന്നെ എന്ന് തന്നെ നമുക്ക് പറയാം. എല്ലാം എന്തൊക്കെ അക്കൗണ്ടുകളുണ്ട്, എത്രയൊക്കെ ഫോളോവേഴ്സ് നമുക്കുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇതെല്ലാം ഈ പറയുന്ന പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൻ്റെ അവരുടേതായിട്ടുള്ള പോളിസീസിൻ്റെ അണ്ടറിൽ തന്നെയായിരിക്കും. അതിലുപരി നമ്മുടെ ഇന്ത്യൻ നിയമ വ്യവസ്ഥയ്ക്ക് അണ്ടറിൽ തന്നെയായിരിക്കും. അതിനെതിരായിട്ട് ഇവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ പിടിവീടും. ആദ്യം കിട്ടുന്ന കുറച്ച് പണത്തിൻ്റെ പേരിൽ ഇതിനെതിരെയൊക്കെ നിൽക്കാൻ പോയി കഴിഞ്ഞാൽ അക്കൗണ്ട് തന്നെ ഇല്ലാണ്ടായി പോകും. അത് കഴിയുമ്പോൾ നമുക്ക് പണം ലഭിക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇൻകം കിട്ടുന്ന ഒരു സോഴ്സ് തന്നെയായിരിക്കും ഇല്ലാതായി പോകുന്നത്. പിന്നീട് ഇവർക്ക് ഇത് ആദ്യം മുതൽ ഉണ്ടാക്കേണ്ടി വരും, ആദ്യം മുതൽ പുതിയൊരു അക്കൗണ്ട് തുടങ്ങേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർക്ക് ആ ഒരു ഇൻകമാണ് അവിടെ ഇല്ലാണ്ടാകുന്നത്. എത്ര നാളത്തെ 1-2 ദിവസത്തെ അല്ല, മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ടാണ് പുതിയൊരു പേജ് അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടാക്കിയെടുത്ത് അത്രയ്ക്കും ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. പലർക്കും പറയാം സോഷ്യൽ മീഡിയയിൽ ഈസി ആയിട്ട് വന്ന് കുറേ സബ്സ്ക്രൈബേഴ്സും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് പണം സമ്പാദിക്കാൻ സാധിക്കുമെന്ന്. പക്ഷേ അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ ഇതിൻ്റെ പിന്നിൽ എന്തോരം ഹാർഡ് വർക്ക് ഉണ്ടെന്ന്. ഈ പറഞ്ഞ അക്കൗണ്ട് നഷ്ടപ്പെട്ടു പോയവരും ഇതിൻ്റെ പുറകിൽ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്താണ് അവരുടെ അക്കൗണ്ടിൽ അത്രയും ഫോളോവേഴ്സൊക്കെ എത്തി ഇതുപോലെ പ്രൊമോഷൻ ചെയ്ത് പണം സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിച്ചത്. എന്നാൽ ചില നിമിഷത്തെ കുറച്ച് എടുത്തുചാട്ടം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് നല്ലൊരു എമൗണ്ട് ഓഫർ വന്നതുകൊണ്ടോ പണത്തിനോടുള്ള അമിത മോഹം കൊണ്ടോ ഇതുപോലെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടുമ്പോൾ തങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ചെറിയൊരു ഇൻകം പോലും മൊത്തത്തിൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തുന്നത്. ഇപ്പം ഞാൻ മുന്നിൽ പറഞ്ഞ വയനാടൻ ബ്ലോഗർ, അതുപോലെ തന്നെ ഫസീന സക്കീർ, അതുപോലെ തന്നെ മല്ലു ഫാമിലിയിലെ സുജിത്തിൻ്റെ അക്കൗണ്ടുകൾ, ഇവർക്കൊക്കെ 1-2 ബാക്കപ്പ് അക്കൗണ്ടുകൾ വേറെയും ഉണ്ട്. അതുകൊണ്ട് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഇവർ പിടിച്ചു നിൽക്കുമെന്ന് കരുതാം. എന്നിരുന്നാൽ പോലും അവരുടെ മെയിൻ അക്കൗണ്ടുകൾ നല്ല ലക്ഷങ്ങൾ ഫോളോവേഴ്സുള്ള അവരുടെ അക്കൗണ്ടുകളൊക്കെ പോകുക എന്ന് പറയുമ്പോൾ ഇത് പുതിയതായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ അക്കൗണ്ടിൽ നല്ല ഫോളോവേഴ്സൊക്കെ ആയി കഴിയുമ്പം പുറത്തുനിന്ന് പല തട്ടിപ്പ് സംഘങ്ങളും പ്രൊഡക്റ്റുകളായിട്ടും അതുപോലെ തന്നെ ആപ്ലിക്കേഷനായിട്ടും വെബ്സൈറ്റുകളായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യും. പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ബട്ട് നമ്മളിതൊന്നും അന്വേഷിക്കാതെ ഇതിനെപ്പറ്റി കൂടുതൽ തിരക്കാതെ പ്രൊമോട്ട് ചെയ്താൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമ നടപടികളൊക്കെ നേരിടേണ്ടതായിട്ടും വരും. അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് തന്നെ നഷ്ടപ്പെടും. ഇവരുടെയൊക്കെ ഈ പറഞ്ഞവരുടെയൊക്കെ അക്കൗണ്ട് നിലവിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുക എന്നത് പറയുന്നത് വളരെ ചെറിയ ശതമാനം ചാൻസുകൾ മാത്രമേ ഉള്ളൂ. അവർക്ക് നമ്മൾ റിക്വസ്റ്റൊക്കെ കൊടുത്ത് ഇതുമായി ബന്ധപ്പെട്ട അപ്പീലൊക്കെ നടത്തി അത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ക്ലാരിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം, അതൊക്കെ വളരെ ചെറിയ ചാൻസുകൾ മാത്രമാണ് തിരിച്ച് കിട്ടുക എന്നത്. പൂർണ്ണമായും നഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള പല ക്രിയേറ്റേഴ്സും ഇതിൻ്റെ ഭീതിയിൽ തന്നെയാണ്. കാരണം 1-2 ഇഷ്ടം പോലെ ആൾക്കാരാണ് പല ആപ്പുകളും വെബ്സൈറ്റുകളും എല്ലാം പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മലയാളികൾ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞാൻ പേരിൽ പറയാത്ത നിറയെ ആൾക്കാർ ഇതിനുള്ളിൽ ഉൾപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇവരൊക്കെ ഭയത്തിൻ്റെ നിഴലിൽ തന്നെയായിരിക്കും ഇവർ കണ്ടൻറ്റുകൾ ഡിലീറ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വിത്തിൻ നോ ടൈം ഇവരുടെയൊക്കെ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വരുന്ന സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നവരൊക്കെ ഇതൊന്ന് ചെറുതായിട്ട് കെയർഫുള്ളായിട്ടിരിക്കുക. അതുപോലെയുള്ള ഓഫറുകളോ അല്ലെന്നുണ്ടെങ്കിൽ
പണം തരാമെന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള പ്രൊഡക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. കാരണം പിന്നീട് ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ചെറിയ രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രൊമോഷൻ എമൗണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻകം മൊത്തത്തിൽ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പം ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇനി മൊത്തവും പോയിട്ടിരുന്ന് കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. ഇവർ ഇപ്പം നിലവിൽ പോയവരുടെ കാര്യത്തിൽ ഇനി പറഞ്ഞിട്ടും കാര്യമില്ല. ഇനി അവർക്ക് പുതിയതായ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് ആ പഴയ ഒരു ലെവലിലേക്ക് എത്താനുള്ള സമയം അവർക്കെത്തും. പിന്നെ ഓൾറെഡി സോഷ്യൽ മീഡിയകളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അതിൽ നല്ല രീതിയിൽ സപ്പോർട്ടുള്ളവരെ സംബന്ധിച്ച് അവർ പുതിയൊരെണ്ണം തുടങ്ങിക്കഴിഞ്ഞാൽ പോലും എങ്ങനെയെങ്കിലുമൊക്കെ ആ ഒരു രീതിയിലേക്ക് വലിയ താമസമില്ലാതെ തന്നെ നല്ലൊരു സപ്പോർട്ടോടു കൂടി എത്താൻ അവരെ കൊണ്ട് പറ്റും. എന്നിരുന്നാൽ പോലും അതിനും വേണം വീണ്ടും അത്രയും സമയം, നല്ലൊരു സമയം വേണം. പിന്നീട് മാത്രമാണ് അതിലേക്ക് നല്ലൊരു എമൗണ്ട് അവർക്ക് ഏൺ ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടിത്തുടങ്ങുക. കാരണം അത്രയ്ക്കും സപ്പോർട്ടേഴ്സും അല്ലെങ്കിൽ ഫോളോവേഴ്സും വന്നാൽ മാത്രം. എന്തായാലും ഇത് എല്ലാവർക്കും ഒരു പാഠം തന്നെയാണ്. ഇതുപോലെ അബദ്ധങ്ങളിൽ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ആക്രാന്തം മൂത്ത് എടുത്ത് ചാടി കഴിയുമ്പോൾ ഇതുപോലെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടുമെന്ന് എല്ലാവരും കരുതുക. അപ്പോൾ പുതിയതായി സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നവർക്കൊക്കെ ഇതൊരു പാഠമായിരിക്കട്ടെ. അല്ലെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് കരുതിയിരിക്കുക.